ഹായ്, ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് ചമ്പൽ കൊള്ളക്കാരിയായ ഫൂലൻ ദേവിയെക്കുറിച്ചാണ്. സാധാരണക്കാരിയായ ഒരു ഗ്രാമീണ പെൺകുട്ടി ഫൂലൻ എങ്ങനെ ഫൂലൻ ദേവിയായി മാറി? ഇനി ഫൂലന്റെ കഥയിലേക്ക് കടക്കാം. ഉത്തർപ്രദേശിലെ മല്ലാക്ക് എന്ന സമുദായത്തിലെ ദേവേദൻ മല്ലാക്കിന്റെ ഏറ്റവും ഇളയ മകളായി 1963 ഓഗസ്റ്റ് 10 ഒരു ദലിത് പെൺകുട്ടിയായിട്ടായിരുന്നു ഫൂലന്റെ ജനനം. സമൂഹത്തിൽ ഉന്നത സമുദായക്കാർ താഴ്ന്ന ജാതിക്കാരെ അവഹേളിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ കണ്ടും കേട്ടുമായിരുന്നു ഫൂലന്റെ സഹോദരങ്ങളും വളർന്നത്. ദലിത് സമുദായക്കാരോടുള്ള അതിക്രമം ചോദ്യം ചെയ്തതിന് സവർണർ ഫൂലനെ നിരന്തരം പീഡിപ്പിക്കാറുണ്ടായിരുന്നു. ഫൂലന്റെ അച്ഛന്റെ ജ്യേഷ്ഠനും അയാളുടെ മകനും ഫൂലന്റെ കുടുംബ സ്വത്ത് കൃത്രിമം കാണിച്ച് തട്ടിയെടുക്കുന്നു. അച്ഛനെ വഞ്ചിച്ച ബന്ധുക്കളോട് ഫൂലൻ നേരിട്ട് എന്ന് ചോദ്യം ചെയ്തത് വെറും 10 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ്. കുടുംബത്തിലും ഗ്രാമത്തിലും പ്രശ്നക്കാരി എന്ന് മുദ്രകുത്തപ്പെട്ട ഫൂലനെ 1974 11 വയസ്സുള്ളപ്പോൾ അവളുടെ 4 ഇരട്ടി പ്രായമുള്ള ഒരാളുമായി വിവാഹം നടത്തുന്നു. ആ ബാലവിവാഹമായിരുന്നു അവളുടെ ജീവിതത്തിലെ ആദ്യ പീഡനം. 11 വയസ്സ് പ്രായമുള്ളപ്പോൾ കളിപ്പാട്ടം കൊണ്ട് നടക്കേണ്ട കാലത്ത് ബാലവിവാഹം നടന്നതിന്റെ ആ രാത്രി തന്നെ ഭർത്താവിനാൽ ഫൂലൻ ക്രൂരമായ ലൈംഗിക അതിക്രമങ്ങൾക്കിരയായി. ബാല്യത്തിൽ തന്നെ ഭർത്താവിനാലും പിന്നീട് പോലീസുകാരാലും ചമ്പലിലെ കൊള്ളക്കാരാലും ഠാക്കൂർമാരാലും നിരന്തരം ഫൂലൻ പീഡിപ്പിക്കപ്പെട്ടു. ഭർത്താവിന്റെ പീഡനം സഹിക്കാൻ വയ്യാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. പിന്നീട് സ്വന്തം നാട്ടിലെ ഠാക്കൂർ വിഭാഗക്കാരനായ ഒരു യുവാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഫൂലൻ തടയാൻ ശ്രമിച്ചു. എന്നാൽ അതിന്റെ പേരിൽ സവർണ ജാതിക്കാരിൽ നിന്ന് ചെരുപ്പ് കൊണ്ട് ഫൂലന് തല്ലുകൊള്ളേണ്ടി വന്നിട്ടുണ്ട്. മോശ സ്വഭാവക്കാരിയാണെന്നും അവിടുത്തെ യുവാക്കളെ വഴിതെറ്റിക്കുന്നു എന്നുള്ള പേരിൽ ഗ്രാമത്തലവൻ ഫൂലനെ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കി. അഭയം നൽകുമെന്ന് പ്രതീക്ഷിച്ച കുടുംബക്കാരാലും ആട്ടി ഓടിക്കപ്പെട്ട ഫൂലൻ പിന്നീട് ചമ്പൽ കൊള്ളസംഘത്തിൽ എത്തിപ്പെടുകയായിരുന്നു. എന്നാൽ കൊള്ളസംഘത്തിലെ നിരവധി പേരാലും ഇടയ്ക്കിടെ അവരെ തേടിയെത്തുന്ന പോലീസിനാലും ഫൂലൻ പീഡനങ്ങൾക്കിരയായി. ഇതിനിടയിൽ കൊള്ളസംഘത്തിലെ തന്റെ ജാതിയിൽ തന്നെയുള്ള വിക്രം മല്ല മസ്താന എന്ന യുവാവുമായി ഫൂലൻ പ്രണയത്തിലാവുകയായിരുന്നു. വൈകാതെ കൊള്ളസംഘക്കാർ തമ്മിൽ ബഹളവും ഭിന്നിപ്പും ഉണ്ടായി. വിക്രം മല്ല മസ്താനെ കൊല്ലപ്പെടുകയായിരുന്നു. വിക്രം മല്ല മസ്താന കൊല്ലപ്പെടുകയും തുടർന്ന് ഠാക്കൂർമാർ ഫൂലനെ തട്ടിക്കൊണ്ടുപോയി തടവിലിട്ട് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്തു. എന്നിട്ടും മതിവരാത്ത അവർ പൂർണ്ണ നഗ്നയായി ഗ്രാമത്തിലെ കിണറിന് സമീപത്തേക്ക് നടത്തിക്കുകയും കിണറിൽ നിന്ന് വെള്ളം കോരിക്കുകയും നടത്തിക്കുകയും ചെയ്തു. ബഹമയിലെ മല്ല വിഭാഗത്തിൽപ്പെട്ട ഒരാളാണ് ആരും അറിയാതെ ഫൂലനെ അവിടെ നിന്ന് രക്ഷിച്ചത്. പിന്നീട് ശക്തരായ മറ്റൊരു കൊള്ളസംഘത്തിന്റെ കൂടെ ചേർന്ന ഫൂലൻ ദേവി എല്ലാത്തിനും കണക്ക് വീട്ടുകയായിരുന്നു. അങ്ങനെയാണ് ബഹുമയി കൂട്ടക്കൊല നടക്കുന്നത്. തന്നെ നഗ്നയാക്കി നടത്തിയ ഗ്രാമത്തിലെ ആ കിണറിന് ചുറ്റും തന്റെ തോക്കിൻ മുനയിൽ 20 യുവാക്കളെ നടത്തിക്കൊണ്ടു പോവുകയും കിണറിനടുത്ത് എത്തിക്കുകയും വെടിവെച്ച് കിണറിലേക്ക് തന്നെ തള്ളുകയുമാണ് ചെയ്തത്. ഫൂലൻ ദേവിയോട് കീഴടങ്ങാൻ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആവശ്യപ്പെട്ടുവെങ്കിലും 2 വർഷം കഴിഞ്ഞായിരുന്നു ഫൂലൻ പോലീസിൽ കീഴടങ്ങിയത്. എന്നാൽ സവർണരെ അനുകൂലിക്കുന്ന UP പോലീസിൽ കീഴടങ്ങാതെ മധ്യപ്രദേശ് പോലീസിന് മുന്നിലാണ് ഫൂലൻ കീഴടങ്ങിയത്. ഏറെ നാടകീയമായിരുന്നു ആ കീഴടങ്ങൽ. സർക്കാരിന് മുന്നിൽ ചില നിബന്ധനകൾ വെച്ചുകൊണ്ടായിരുന്നു 1983 ഫൂലന്റെ കീഴടങ്ങൽ. തന്നെയും തന്റെ സംഘത്തെയും തൂക്കിക്കൊല്ലില്ലെന്ന സർക്കാരിന്റെ ഉറപ്പ് ഫൂലൻ ലഭ്യമാക്കി. ഫൂലന്റെ കൂടെയുള്ളവർക്ക് 8 വർഷത്തിലധികം തടവ് ശിക്ഷ നൽകില്ലെന്നും കരാറുണ്ടാക്കിയിരുന്നു. 11 വർഷം വിചാരണ തടവുകാരിയായി ഫൂലന് ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. ജയിലിൽ കഴിയുമ്പോൾ ഓവർ ബ്ലീഡിംഗ് ഉണ്ടായ സമയത്ത് ഫൂലന്റെ ഗർഭപാത്രം അവരറിയാതെ ഡോക്ടർ നീക്കം ചെയ്തതായും പറയപ്പെടുന്നു. ഇതിനെപ്പറ്റി ആ ഡോക്ടർ പിന്നീട് പറഞ്ഞത് ഇനി ഒരു ഫൂലൻ ജനിക്കാതിരിക്കട്ടെ എന്നാണ്. 11 വർഷം വിചാരണ തടവുകാരെ ജയിലിൽ കഴിഞ്ഞ ശേഷം പുറത്തിറങ്ങിയ ഫൂലൻ രാഷ്ട്രീയത്തിലേക്കാണ് നടന്നു കയറിയത്. 1996 മിർസാപുരിയിൽ നിന്ന് ഫൂലൻ ദേവി ലോക്സഭയിലേക്ക് സമാജ്വാദി പാർട്ടി ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചു. ഇതിനിടെ സമാജ്വാദി പാർട്ടി നേതാവായ ഉമേദ് സിംഗിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. 1999 നടന്ന തെരഞ്ഞെടുപ്പിൽ അവർ വീണ്ടും ലോക്സഭയിലെത്തി തൊഴിൽ ക്ഷേമ സമിതിയിൽ അംഗവുമായി. 2001 ജൂലൈ 26 ദില്ലിയിലെ തന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ ഫൂലൻ ദേവി വെടിയേറ്റ് കൊല്ലപ്പെട്ടു. ബഹ്മയി ഗ്രാമത്തിൽ വെച്ച് ഉയർന്ന ജാതിക്കാരെ വെടിവെച്ച് കൊന്നതിനുള്ള പ്രതികാരമായാണ് താൻ ഫൂലനെ വധിച്ചത് എന്നാണ് ഫൂലനെ വെടിവെച്ച ഷേർസിംഗ് റാണ പോലീസിനോട് പറഞ്ഞത്.
ഫൂലൻ ദേവിയുടെ ജീവിതകഥയെ ആസ്പദമാക്കി ശേഖർ കപൂർ സംവിധാനം ചെയ്ത ബാൻഡിറ്റ് ക്യൂൺ എന്ന സിനിമ ഫൂലന് കൂടുതൽ ആരാധകരെ നേടിക്കൊടുത്തു. സിനിമയ്ക്ക് ശേഷമാണ് ഫൂലൻ ബാൻഡിറ്റ് ക്യൂൺ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. മേൽജാതിക്കാരായ ബലാത്സംഗികളോട് വെടിയുണ്ട കൊണ്ട് മറുപടി പറഞ്ഞ ഫൂലൻ ദേവിയെ ഓർക്കുമ്പോൾ അവസാനം വരെയും അവർ അനുഭവിച്ച പീഡനങ്ങൾക്കും ആക്രമണങ്ങൾക്കും വേണ്ട വിധം നീതി കിട്ടിയില്ലല്ലോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ കാലം കടന്നു പോകുന്നു.